എല്ലാവർക്കും ഡയറക്ട് ഹോം പി എസ് സിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LGS അഥവാ അല്ലെങ്കിൽ LDC എക്സാംസിന് ഉപകാരപ്പെടുന്ന മാത്സ് ചോദ്യങ്ങളാണ്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽപ്പെടാത്ത സംഗീത ഉപകരണം ഏതാണ്? ഓപ്ഷൻ എ ഗിത്താർ, വീണ, ഓടക്കുഴൽ, വയലിൻ. ഓക്കെ, ഇതിൽ ഗിത്താർ, വീണ, വയലിൻ ഇവയെല്ലാം സ്ട്രിങ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഓടക്കുഴലാണെങ്കിൽ നമ്മൾ ഊതുകയാണല്ലോ ചെയ്യുന്നത്, എയർ ഉപയോഗിച്ചിട്ടുള്ള. ബാക്കിയെല്ലാം സ്ട്രിങ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഓപ്ഷൻ സി ഓടക്കുഴലാണ് ഉത്തരം. അടുത്ത ചോദ്യം. ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് 200 മീറ്റർ തെക്കോട്ട് നടക്കുന്നു, തുടർന്ന് 160 മീറ്റർ വലത്തോട്ട് നടക്കുന്നു, തുടർന്ന് 200 മീറ്റർ വലത്തോട്ട് നടക്കുന്നു, അതിനുശേഷം 50 മീറ്റർ ഇടത്തോട്ട് നടന്നു നിൽക്കുന്നു. ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയതിൽ നിന്നും എത്ര അകലെയാണ്? ഓക്കെ, അപ്പോൾ ആളെ ഇനിഷ്യൽ പൊസിഷൻ ഇതാണെന്ന് സങ്കല്പിക്കുക. അയാൾ ആ സ്ഥലത്ത് നിന്ന് 200 മീറ്റർ തെക്കോട്ട് നടക്കുന്നു. ഓക്കെ, അദ്ദേഹം ഇവിടെ നിൽക്കുകയാണ്. അപ്പം പടിഞ്ഞാറ്, വടക്ക്, കിഴക്ക്, തെക്ക്. അയാൾ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് 200 മീറ്റർ തെക്കോട്ടാണ് നടക്കുന്നത്. അപ്പോൾ താഴോട്ട് 200 മീറ്റർ തെക്കോട്ട് നടന്നു. തുടർന്ന് 160 മീറ്റർ വലത്തോട്ട് കടന്നു. അയാൾ ഇങ്ങോട്ടാണ് നോക്കി നിൽക്കുന്നത്. ഓക്കെ, ഇങ്ങോട്ട് നോക്കി നിൽക്കുന്ന ആളെ വലതെന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. ഇങ്ങോട്ടപ്പോൾ എത്രയാണ് നടന്നത്? 160 മീറ്റർ വലത്തോട്ട് കടന്നു. അപ്പം അങ്ങോട്ടാണ് അയാൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് 200 മീറ്റർ വലത്തോട്ട് കടന്നു. വീണ്ടും 200 മീറ്റർ. അങ്ങോട്ട് നോക്കിക്കണ ആളെ വലതെന്ന് പറയുന്നത് ഈ സൈഡാണ്. ഇങ്ങോട്ട് വീണ്ടും 200 മീറ്റർ നടന്നു. അപ്പം അയാൾ ഇങ്ങോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് നോക്കിക്കൊണ്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് പിന്നെ 50 മീറ്റർ ഇടത്തോട്ട് നടന്നു നിൽക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് 50 മീറ്റർ ഇടത്തോട്ടെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് 50 മീറ്റർ കൂടെ നടന്നു. ഓക്കെ, ഇപ്പോൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്നും എത്ര അകലെയാണ്? ഓക്കെ, അപ്പം ഇവിടെ നിന്നാണ് യാത്ര തുടങ്ങിയത്. ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. അപ്പം ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഈ കാണിക്കുന്ന ഡിസ്റ്റൻസ് 160 എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം 160 പ്ലസ് ഈ 50 കൂടെ കൂട്ടണം. 6, 5, 11, 1 ബാലൻസ് 1, 2, 210 മീറ്റർ. ഓപ്ഷൻ സി 210 മീറ്റർ ആണ് ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. സോൾവ് ചെയ്യാനുള്ളതാണ്. 2 + 10 × 5 × 0. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ഇൻറ്റു പോർഷനാണ് ആദ്യം, മൾട്ടിപ്ലിക്കേഷനാണ് ആദ്യം ബോർഡ് മാസ് നിയമപ്രകാരം ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ഈ 0 ഉണ്ടോ? ഈ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഇതെല്ലാം. അപ്പോൾ 5 × 0 0, 0 × 10 0. അപ്പോൾ ഈ പോർഷൻ കംപ്ലീറ്റ് 0 ആയിട്ട് മാറും. അപ്പം എങ്ങനെ വരും? 12 + 0 എത്രയാണ്? 12 ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ഒരു പ്രത്യേക കോഡിൽ ഡൽഹി എന്നതിനെ HIDEL എന്ന് കിട്ടി എങ്കിൽ ഇറ്റലി എന്നതിനെ ഈ കോഡ് ഉപയോഗിച്ച് ഏത് രീതിയിൽ ക്രമീകരിക്കാം? അപ്പം നമ്മൾ നോക്കിയേ, ഡൽഹി DELHI എന്നുള്ളതിന് HIDEL എന്നെഴുതി. എന്താണ് വ്യത്യാസം? ഈ തുടക്കത്തിലെ DEL നോക്കിയോ, ഇത് അവസാനം വന്നു, അവസാനത്തെ 3 അക്ഷരമായിട്ട് മാറി DEL. ഈ HI അതേപോലെ ഇവിടെ വന്നു. അപ്പോൾ നമുക്ക് എളുപ്പം നോക്കാം. ഇറ്റലിയിലെ ITA ലാസ്റ്റ് വരുന്നത് എവിടെയെന്ന് നോക്കാം. ഇവിടെ വന്നിട്ടില്ല, ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം അല്ലേ. ITA ഇവിടെ വന്ന് ലാസ്റ്റ് LY ഇവിടെ സ്റ്റാർട്ടിങ് വന്ന് LY ITA. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. 0.31 + 0.21 × 2 സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബോർഡ് മാസ് പ്രകാരം ആദ്യം മൾട്ടിപ്ലിക്കേഷൻ സോൾവ് ചെയ്യണം.
അപ്പോൾ 0.31 അവിടെ കിടക്കട്ടെ, പ്ലസ് 0.21 ഇൻറ്റു 2, 2 ഇൻറ്റു 1 2, 2 ഇൻറ്റു 2 4, 2 ഇൻറ്റു 0 0, അപ്പം 0.42 എന്ന് കിട്ടും. അപ്പോൾ 0.31 0.42 കൂടെ കൂട്ടുക, 0.31 പ്ലസ് 0.42, 2 1 3, 4 3 7, 0.73 ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 40 കുട്ടികൾ ഗണിതത്തിന് വിജയിച്ചു, 25 കുട്ടികൾ ഇംഗ്ലീഷിനും വിജയിച്ചു, 18 കുട്ടികൾ ഗണിതത്തിനും ഇംഗ്ലീഷിനും വിജയിച്ചു എങ്കിൽ ഈ 2 വിഷയങ്ങൾക്കും തോറ്റത് എത്ര പേരാണ്? ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ മൊത്തം ഉള്ളത് 50 കുട്ടികളാണ്. ഇതൊരു ക്ലാസ് ആയിട്ട് എടുക്കുക. ക്ലാസ്സിൽ മൊത്തം എത്ര കുട്ടികളുണ്ട്? 50 കുട്ടികളുണ്ട്. ഇതിൽ ഗണിതം മാത്സിന് 40 കുട്ടികൾ പാസ്സായി. അടുത്ത് 25 കുട്ടികൾ ഇംഗ്ലീഷിനും പാസ്സായി. 18 കുട്ടികൾ ഗണിതത്തിനും ഇംഗ്ലീഷിനും, അതായത് രണ്ടിനും വിജയിച്ചത് 18 പേരുണ്ട്. ഓക്കെ, എങ്കിൽ ഈ 2 വിഷയങ്ങൾക്കും തോറ്റത് എത്ര പേരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ടോട്ടൽ എത്ര പേരാണ് ഓരോ സബ്ജക്റ്റിനും പാസ്സായതെന്ന് നോക്കാം. അതായത് ഗണിതത്തിന് പാസ്സായ 40 പേര്, അതുപോലെ ഇംഗ്ലീഷിന് പാസ്സായ 25 പേര്. 5 4 2 6 65 പേര്. ഇനി നമുക്ക് രണ്ടിനും കൂടെ വിജയിച്ചവരെ അതിൽ നിന്ന് കുറയ്ക്കാം. ഓക്കെ, 5 നെട്ട് പോവില്ല, 15ആയി. ഇവിടെ ഇനി 5 ബാക്കിയുള്ളൂ. 15 നിന്ന് 8 പോയാൽ 7, 5 നിന്ന് 1 പോയാൽ 4, 47 പേരാണ്. നമുക്ക് ചോദിക്കണമെങ്കിൽ ഈ 2 വിഷയങ്ങൾക്കും തോറ്റത് എത്ര പേരെന്നാണ്. 2 വിഷയത്തിനും തോറ്റവർ ഇപ്പം 47 പേരല്ലാതെ ഉണ്ടെങ്കിൽ രണ്ടിനും കൂടെ തോറ്റവർ വരുന്ന 50, അതായത് ടോട്ടൽ സ്റ്റുഡൻസ് ഇവിടെ 50 എന്ന് പറഞ്ഞിട്ടുണ്ട്. 50 മൈനസ് ഈ 47 സ്റ്റുഡൻസ് നോക്കുക. 50 47 കുറയ്ക്കുമ്പോൾ 3 എന്ന് കിട്ടും. അപ്പം 3 കുട്ടികളാണ് 2 വിഷയങ്ങൾക്കും തോറ്റത്. 103, 104, 107, 112, 119, 128. ഈ ശ്രേണിയിലെ അടുത്ത പദം ഏതാണ്? ഏതൊക്കെയാണ്? 103, 104, 107, 112, 119, 128. അപ്പോൾ എന്താണ് ഡിഫറൻസ് എന്ന് നോക്കാം. 103 104 തമ്മിൽ 1, 104 107 തമ്മിൽ 3, 7 12 തമ്മിൽ 5. ഇവിടെ എത്രയാണ്? 12 19 തമ്മിൽ 7 9. ഓക്കെ, കോമൺ ഡിഫറൻസ് കണ്ടപ്പോൾ എന്ത് മനസ്സിലായി? ഇത് ഓഡ് നമ്പേഴ്സ് വെച്ചാണ് പോകുന്നത്. 1 3 5 7 9. അടുത്ത എത്രയാണ്? 11. അപ്പോൾ ലാസ്റ്റായ 128 പ്ലസ് 11, 8 1 9, 2 1 3, 1 ഇറക്കി 139. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. കൂട്ടത്തിൽ പെടാത്തത് ഏത് സംഖ്യ? ഓക്കെ, 16 ഉണ്ട്, 36 ഉണ്ട്, 42 42 സോറി 16 ഉണ്ട്, 36 ഉണ്ട്, 64 ഉണ്ട്, 114 ഉണ്ട്, 144 ഉണ്ട്. ഇതെല്ലാം പല സംഖ്യയുടെ സ്ക്വയർ റൂട്ടാണ്. 16ന്റെ സ്ക്വയർ റൂട്ട് 4, 36ന്റെ സ്ക്വയർ റൂട്ട് 6, 64ന്റെ സ്ക്വയർ റൂട്ട് 8, 114ന് സ്ക്വയർ റൂട്ട് ഇല്ല, 144ന്റെ സ്ക്വയർ റൂട്ട് 12. അപ്പോൾ എൻ്റെ ഉത്തരം 114 ആണ്. ഓപ്ഷൻ സി ആണ്. സ്ക്വയർ റൂട്ട് ഇല്ലാത്തത് 114 ആണ്.